എല്ലാവർക്കും എൻ്റെ ഗാനറ്റിൻ്റെ ഡെയിലി കറണ്ട് അഫെയർസ് സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 8 കറണ്ട് അഫെയർസാണ് നമ്മൾ നോക്കുന്നത്. ഒക്ടോബർ 8 പ്രത്യേകത എന്താണ്? ഒക്ടോബർ 8 എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യൻ എയർഫോഴ്സ് ഡേ ആണ്. ഒക്ടോബർ 8 എന്ന് പറയുന്നത് അല്ലേ, 1932 ഇന്ത്യൻ എയർഫോഴ്സ് ഫോം ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഒക്ടോബർ 8 ഇന്ത്യൻ എയർഫോഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. 92nd ആനിവേഴ്സറി ആണ് ഇപ്പോൾ നടക്കുന്നത്. 92ാമത്തെ ഇന്ത്യൻ എയർഫോഴ്സ് ഡേ ആണ്. ഇതിൻ്റെ സെലിബ്രേഷൻ നടന്നത് റീസെൻ്റായിട്ട് ഇപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻസ് നടന്നത് ചെന്നൈയിലെ മറീന ബീച്ചിൽ വെച്ചിട്ടായിരുന്നു. നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എയർഫോഴ്സിൻ്റെ ഷോസ് ഒക്കെ ഉണ്ടായിരുന്നു, അതിൽ 15 lakh ആളുകൾ കാണാമെന്ന്, അങ്ങനെ ലിംക ബുക്കിലേക്കുള്ള ഒരു അറ്റംപ്റ്റ് ഒക്കെ ആയിരുന്നു എന്നുള്ള ന്യൂസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഒക്ടോബർ 8 ഇന്ത്യൻ എയർഫോഴ്സ് ഡേ ആണ്. ന്യൂസിലോട്ട് പോവുകയാണെങ്കിൽ, ഫസ്റ്റ് ന്യൂസ്, വിത്ത് മാൽഡീവ്സ് ഫേസിങ് എ ഫോറസ്റ്റ് ക്രഞ്ച്, ഇന്ത്യ ഗീവ് 750 million കറൻസി സ്വാപ്പ് അറേഞ്ച്മെൻറ്റ്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാൽഡീവ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഇന്ത്യയിലേക്ക് വന്നതിന് അത് ഒരു കുറേ MOUസും കുറേ എഗ്രിമെൻറ്റ്സും ഒക്കെ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും മെയിൻ ആയിട്ടുള്ള ഒരെണ്ണമാണ് ഇന്ത്യ ഓൾറെഡി നേരത്തെ നമ്മൾ സ്വാപ്പ് അറേഞ്ച്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 400 million സ്വാപ്പ് അറേഞ്ച്മെൻറ്റ് മണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇപ്പോൾ ഒരു 3 crore കൂടി അവർ കൊടുക്കാം എന്നുള്ളത് സൈൻ ചെയ്തു. അങ്ങനെ സൈൻ ചെയ്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും മാൽഡീവ്സ് മോണിറ്ററി അതോറിറ്റിയുമാണ്. ഇത് സാർക്കിൻ്റെ ആ ഒരു ഫ്രെയിം വർക്കിലാണ് ഇവരിത് സൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ 2027 വരെ ഈ ഒരു എഗ്രിമെൻറ്റ് നിലനിൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എഗ്രിമെൻ്റ് ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേയ്മെൻറ്റ് നടക്കുന്ന ടൈമിൽ ഡിഫറെൻറ്റ് കറൻസീസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കറൻസി മാത്രമല്ല, ഡിഫറെൻറ്റ് കറൻസീസ് പേയ്മെൻറ്റിൽ ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ ഒരുപാട് മറ്റനേകം അഗ്രിമെൻറ്റ്സ് സൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് നമ്മുടെ ഇവിടുത്തെ റുപേ കാർഡ് അവിടെ ലോഞ്ച് ചെയ്യാനൊരു തീരുമാനമുണ്ടായി. അതേപോലെ തന്നെ ഇന്ത്യയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചിട്ടുള്ള 700 ഹൗസസിനെ ഹാൻഡ് ഓവർ ചെയ്യാനായിട്ടൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ദെൻ ആൻറ്റി കറപ്ഷൻ കമ്മീഷൻ ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്യിക്കാനും, അതേപോലെ തന്നെ സ്പോർട്സ് യൂത്ത് അഫെയർസിനെ കുറച്ചുകൂടി ട്രെയിനിങ് കൊടുക്കാനുള്ള സൗകര്യം, ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് എല്ലാം തന്നെ പിന്നീടും ഒരുപാട് വേറെ ഐലൻഡ്സിൻ്റെ ഒക്കെ പ്രൊമോഷൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയും മാൽഡീവ്സും തമ്മിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ്, നൊബേൽ പ്രൈസ് ഫോർ മെഡിസിൻ ആണ്. അതായത് 2024 നൊബേൽ പ്രൈസ് ഫോർ മെഡിസിൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് അമേരിക്കൻ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള വിക്ടർ ആംബ്രോസിനും അതേപോലെ തന്നെ ഗാരി റൂക്കനിനുമാണ് ലഭിച്ചിരിക്കുന്നത്. അവരുടെ മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തത്തിനും അതേ കണക്ക് തന്നെ ആ മൈക്രോ ആർ എൻ എയുടെ പ്രോസ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ റെഗുലേഷൻ, അതിൻ്റെ ജീൻ റെഗുലേഷനും കൂടി ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ അത് ജീൻ റെഗുലേഷൻ ചെയ്യുന്നു എന്നുള്ള കാര്യം അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. സോ ആ 2 കണ്ടുപിടുത്തത്തിന് ചേർത്തിട്ടാണ് വിക്ടർ ആംബ്രോസിനും ഗാരി റൂക്കിനും നൊബേൽ പ്രൈസ് ഫോർ മെഡിസിൻ ലഭിച്ചിരിക്കുന്നത്. നൊബേൽ പ്രൈസിനെ പറ്റി പറയുന്നത്, നൊബേൽ പ്രൈസ് എന്ന് പറയുന്നത് 6 സബ്ജക്ട്സിനാണ് നമുക്ക് മെയിനായിട്ട് കൊടുക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ഫിസിയോളജി, ദെൻ എക്കണോമിക്സ്, literature, peace and medicine. സോ അപ്പം ഇത്രയും എന്ന് പറയുന്നത് മെയിനായിട്ട് കൊടുക്കുന്നത്. ഫിസിയോളജി ഓർ മെഡിസിൻ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ദെൻ ഇതിൽ ഈ 5 നൽകുന്നത് സ്വീഡൻ രാജ്യമാണ് കൊടുക്കുന്നത്. പീസ് മാത്രം കൊടുക്കുന്നത് നോർവേക്കാരാണ്. ആ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, സോ അപ്പോൾ നൊബേൽ പ്രൈസ് ഫോർ മെഡിസിൻ ആണ്. വിജയികൾ ആരൊക്കെയാണ്? വിക്ടർ ആംബ്രോസ് ആൻഡ് ഗാരി റൂക്കിൻ. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഒഡീഷ ഗവൺമെൻറ്റിൻ്റെ പുതിയൊരു നീക്കമാണ്. ഒഡീഷ ഗവൺമെൻറ് അവരുടെ പബ്ലിക് ബിൽഡിങ്സിനെല്ലാം സാഫ്രോൺ കളർ പെയിൻറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ PWD അതിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറേ പേര് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻ, ഈ ഇടയ്ക്ക് ഏത് സ്റ്റേറ്റാണ് പബ്ലിക് ബിൽഡിങ്സിന് സാഫ്രോൺ കളർ കൊടുക്കാൻ തീരുമാനിച്ചതെന്ന് ചോദിച്ചാൽ ഏത് സ്റ്റേറ്റാണ്? ഒഡീഷയാണ്. ഗ്ലോബൽ ബോഡി സസ്പെൻസ് ഡൽഹി സൂ മെമ്പർഷിപ്പ്. വളരെ നല്ലൊരു ന്യൂസാണ്. അതായത് ഡൽഹിയിലെ നാഷണൽ സുവോളജിക്കൽ പാർക്കിന് 6 മാസത്തേക്ക് മെമ്പർഷിപ്പ് സസ്പെൻഡ് ചെയ്തു. ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. WASD, വേൾഡ് അസോസിയേഷൻ ഓഫ് സൂ ആൻഡ് അക്വേറിയം ആണ് ആ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഈ നമ്മുടെ ഇന്ത്യയിൽ ഒരേ ഒരു ആഫ്രിക്കൻ എലിഫൻ്റ് ആണുള്ളത്. ആഫ്രിക്കൻ എലിഫൻ്റിൻ്റെ പേര് ശങ്കർ എന്നാണ്. സോ അപ്പോൾ അതിനെ ചെയിൻസിലിട്ടു അല്ലെ അതിനെ കറക്റ്റായിട്ട് നോക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിച്ചാണ് നമ്മുടെ ആ ഒരു മെമ്പർഷിപ്പ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി അപ്പോൾ പിന്നെ ഇതൊരു മെയിൽ ആനയായത് കാരണം ഇതിനെ നമ്മൾ മെയ്റ്റ് ചെയ്യിക്കണം അല്ലെ ഇതിന് അതിൻ്റേതായിട്ടുള്ള ഇതൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് ആക്ച്വലി നമ്മുടെ ഈ മെമ്പർഷിപ്പ് ഡൽഹി സുവോളജിക്കൽ പാർക്കിൻ്റെ മെമ്പർഷിപ്പ് കട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ZZA ആണ്. ZZA മീൻസ് സെൻട്രൽ സൂ അതോറിറ്റി ആണ് ZZA. അപ്പോൾ ZZAയുടെ ഹെഡ് പറയുന്നത് നമ്മളിപ്പോൾ ബോസ്മാനെ ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫീമെയിൽ എലിഫൻറ്റിനെ അവിടുന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ടൈപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ന്യൂസസ് നമുക്ക് വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഡൽഹി നാഷണൽ സുവോളജിക്കൽ പാർക്കിൻ്റെ മെമ്പർഷിപ്പ് 6 മാസത്തേക്ക് കട്ട് ചെയ്തിരിക്കണം. ഇനി ഈ ഒരു എലിഫൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ആഫ്രിക്കൻ എലിഫൻ്റാണ്. 1996 അന്നത്തെ പ്രസിഡൻ്റ് ആയിട്ടുള്ള ശങ്കർ ദയാൽ ശർമ്മയ്ക്ക് സിംബാബ്വൻ പ്രസിഡൻറ്റ് നൽകിയ ഒരു ഗിഫ്റ്റാണ് ഈ ശങ്കർ എന്ന് പറഞ്ഞാൽ. ഇതിലൂടെ ബാംബി എന്ന് പറഞ്ഞ വേറൊരു എലിഫൻ്റ് കൂടെ ഉണ്ടായിരുന്നു. അത് പക്ഷേ 2005 മരിച്ചുപോയി. അപ്പോൾ അങ്ങനെയാണ് ഈ എലിഫൻ്റ് ഇപ്പോൾ ഒറ്റയ്ക്കായത്. ഇനി നമ്മൾ സൂ അതോറിറ്റി ഓഫ് ഇന്ത്യ പറ്റി പറയാം, CAA പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഈ ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അണ്ടറിലായിട്ട് വരുന്ന ഒരു ഓർഗനൈസേഷനാണ് സെൻട്രൽ സൂ അതോറിറ്റി എന്ന് പറയുന്നത്. ഇത് 1992 നിലവിൽ വന്നിരിക്കുന്നത്. സോ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതേ കണക്കത്തുള്ള സൂവിൻ്റെയും അതേ നാഷണൽ പാർക്കിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതാണ്. ഓക്കെ. Rajnath flags aiming of civilian products called for in-depth study. ഇതെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഡെഫ് കണക്ട് 4.0 എന്ന് പറയുന്ന ഒരു മിലിറ്ററി മീറ്റിങ്ങിൻ്റെ ഇനാഗുറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇനാഗുറേഷനെ റിലേറ്റ് ചെയ്തിട്ടൊരു ന്യൂസാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ന്യൂസിനകത്ത് ഇദ്ദേഹം ഈ ഒരു മീറ്റിങ്ങിൽ ഈ ഡെഫ് കണക്റ്റിൽ ഇദ്ദേഹം വേറെ ഒരു ഇതിൻ്റെ സെക്കൻഡ് എഡിഷൻ ലോഞ്ച് ചെയ്തു. അതെന്ന് പറഞ്ഞാൽ അതിഥി 2.0. അതിഥി മീൻസ് ഏസിങ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്നോവേറ്റീവ് ടെക്നോളജീസ് വിത്ത് IDXC. അതിൻ്റെ സെക്കൻഡ് സ്കീം ലോഞ്ച് ചെയ്തു. അതേണക്ക് തന്നെ ഡിസ്ക് 12 ഡിഫൻസ് ഇന്ത്യ സ്റ്റാർട്ടപ്പ് ചലഞ്ചസിൻ്റെ 12 അതിൻ്റെ 12th എഡിഷനും ഡെഫ് കണക്റ്റിൽ വെച്ചിട്ട് രാജ്നാഥ് സിംഗ് ലോഞ്ച് ചെയ്യുകയുണ്ടായി. സോ അപ്പോൾ എന്താണ് അതിഥി 2.0 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് അതിഥി 2.0 എന്ന് പറയുന്നത് 19 challenges ആണ്. ഈ 19 challenges എന്ന് പറയുന്നത് ആംഡ് ഫോഴ്സസ് അല്ലെങ്കിൽ അതോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏജൻസീസ് നമ്മൾ അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്വാണ്ടം ടെക്നോളജി, മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ചലഞ്ചസും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് കൂടുതലായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ഡെപ്തിൽ സ്റ്റഡി ചെയ്ത് അത് കൂടുതൽ നല്ല രീതിയിൽ അതിനൊരു പ്രാവീണ്യം വരാനായിട്ട് പറ്റും. അങ്ങനെ ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് അതിഥി ഡിസ്ക് 12. ഓക്കെ. Then ന്യൂട്രീഷൻ സപ്പോർട്ട് TB പേഷ്യൻസ് ഹൈക്ഡ് ടു 1000. വളരെ നല്ലൊരു ന്യൂസാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഇവിടെ പ്രധാനമന്ത്രി TB മുക്ത ഭാരത് അഭിയാൻ എന്ന് പറഞ്ഞൊരു സ്കീം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്കീം പ്രകാരം എല്ലാ പേഷ്യൻസിനും ന്യൂട്രീഷൻ സപ്പോർട്ടായിട്ട് 500 to 1000 rupees കിട്ടുമായിരുന്നു. ഓക്കെ. ആ ഒരു പ്രധാനമന്ത്രി TB മുക്ത് ഭാരത് അഭിയാനും നിക്ഷയ് പോഷൻ യോജനയും ഇത് രണ്ടും വഴിയാണ് ഈ 500 to 1000 rupees ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അത് ഇൻക്രീസ് ചെയ്ത് 3000 to 6000 rupees ആക്കി എന്നുള്ള ന്യൂസാണ് നമുക്ക് വരുന്നത്. പിന്നെ ഇതേ കണക്ക് തന്നെ ഇപ്പോൾ ഈ BMI അതായത് ബോഡി മാസ് ഇൻഡെക്സ് 18.5 കുറവുള്ളവർക്ക് നിക്ഷയ് മിത്ര വഴി അതും അവർക്കും അവരുടെ ഫാമിലീസിനും കൂടുതൽ എനർജി ഡെൻസിറ്റി ന്യൂട്രീഷൻ സപ്ലൈ ചെയ്യാനുള്ളൊരു ഓർഗനൈസേഷൻ്റെ സ്കീമും ഇപ്പം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ദെൻ അടുത്തതെന്ന് പറയുന്നൊരു ഒബിച്വറിയാണ്. ഡച്ച് ഫുട്ബോൾ ഇതിഹാസമായിട്ടുള്ള ജോഹാൻ നീസ്കെൻസ് അന്തരിച്ചു എന്നുള്ളൊരു ന്യൂസാണ്. ഇദ്ദേഹം നെതർലാൻഡിലെ മിഡ്ഫീൽഡറായിരുന്നു. ഇപ്പോൾ എന്ന് പറയുന്നത് അൽജറിയിലെ അംബാസിഡറായിട്ട് പ്രോജക്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതെ വന്ന് അന്തരിച്ചാണ് ഇദ്ദേഹം. സോ ഇതോടെ ഇന്നത്തെ ന്യൂസസ് കംപ്ലീറ്റ് ആയി. അടുത്ത ദിവസം മറ്റു ദിവസം ന്യൂസ് കാണുന്നവരെ ബൈ.